ഇങ്ങോട്ട് തിരിക്കണേ. ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നൊരു വലിയൊരു മഹാന്റെ കഥയാണിത്. എന്റെ കഥയുടെ പേര് ഹബീബിന് എന്ത് പറ്റി? അതാ കഅബയുടെ പരിസരത്തൊരു ആൾക്കൂട്ടം. അവിടെ ഒരു ഗംഭീര പ്രസംഗം നടക്കുകയാണ്. പ്രഭാഷകൻ ആരാണെന്നറിയാമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. മുസ്ലിങ്ങൾ വെറും 38 പേര് മാത്രമുള്ള സമയമാണത്. മക്കയിലെ ഖുറൈശികളെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ് സിദ്ദീഖ് തങ്ങൾ. പ്രസംഗം കേട്ട് കല്ലി മൂത്ത ശത്രുക്കളിലെ ഉതുബ എന്ന ദുഷ്ടൻ സിദ്ദീഖ് തങ്ങളുടെ മുഖത്തെ ആണി തളച്ച ചെരുപ്പെടുത്ത് ആണടിച്ചു. അടിയുടെ ഊക്കിൽ സിദ്ദീഖ് തങ്ങൾ ബോധം കെട്ടി വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ചൊല്ലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി പോയി. എല്ലാവരും മരിച്ചുപോയി എന്ന് കരുതി കുറ്റവർ തങ്ങളോരെ വാരിയെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ഉമ്മയും ഉപ്പയും എല്ലാവരും വിളിച്ചു നോക്കി. വിളി കേൾക്കുന്നേയില്ല. വൈകുന്നേര സമയമായപ്പോൾ ബോധം തെളിഞ്ഞു. ഉടനെ ചോദിച്ചു, എന്റെ ഹബീബിന് എന്ത് പറ്റി? ബജാറോട് നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് അത് അത്ര രസിച്ചില്ല. നീ എന്തെങ്കിലും കഴിക്കേ, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലതും പറഞ്ഞു നോക്കി, പക്ഷേ മാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാറുൽ അർഖമിൽ സുരക്ഷിതയാണെന്ന് വിവരം കിട്ടിയതോടെ അവർ തങ്ങളോരെ അങ്ങോട്ടെടുത്ത് കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരനിർഭരമായി വാരിപ്പുണർന്നു. എന്നിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. എനിക്ക് ചെറിയ മുറി മാത്രമുള്ളൂ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു പോൾ മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാനാത്ത അലിനു ചേർന്ന ഹബീബിന്റെയും മെഹബൂബിന്റെയും ജീവിതം എത്ര സുന്ദരമായിരുന്നു. എന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അതുപോലെ നമ്മുടെ ഹബീബിനെയും നമുക്ക് പ്രിയമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.